ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ പൂർവ്വഭാഗം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അഗസ്ത്യ മഹർഷി ഹയഗ്രീവനോട് ചോദിക്കുകയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ പൂർവ്വഭാഗം തുടങ്ങുന്നത്. അഗസ്ത്യ ഉവാച അശ്വാനന മഹാബുദ്ധേ സർവശാസ്ത്രവിശാരദ കഥിതം ലളിതാദേവ്യാഃ ചരിതം പരമാദ്ഭുതം പൂർവം പ്രാദുർഭവോ മാതുഃ തതഃ പട്ടാഭിഷേചനം ബണ്ഡാസുരവധശ്ചൈവ വിസ്തരേണ ത്വയോദിതഃ വർണ്ണിതം ശ്രീപുരം ചാപി മഹാവിഭവവിസ്തരം ശ്രീമത്പഞ്ചദശാക്ഷര്യാഃ മഹിമാ വർണ്ണിതസ്തഥാ. ഹയഗ്രീവനോട് അഗസ്ത്യ മഹർഷി ചോദിക്കുകയാണ്, അശ്വാനന, ഹേ ദേവ, മഹാബുദ്ധി ഉള്ള ആളാണ് അങ്ങ്, സർവശാസ്ത്ര വിശാരദനാണ് അങ്ങ്, ലളിതാദേവിയുടെ പരമാത്ഭുതമായ ചരിത്രം അങ്ങ് എനിക്ക് പറഞ്ഞു തന്നു, നേരത്തെ പറഞ്ഞു തന്നു. ചിദഗ്നികുണ്ഡത്തിലുണ്ടായി, ഭണ്ഡാസുരനെ വധിച്ചു, ദേവന്മാർക്ക് സ്തുതിച്ചു എന്നൊക്കെ ഉള്ള വിസ്തരിച്ചിട്ടുള്ള ചരിതം എനിക്ക് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് ദേവി പട്ടാഭിഷക്തിയായി. അത് കഴിഞ്ഞ് ഭണ്ഡാസുര വധം മുതലായതൊക്കെ പറഞ്ഞു തന്നു. ശ്രീപുരത്തിൻ്റെ വർണ്ണന പറഞ്ഞു തന്നു. വളരെ വിസ്തരിച്ചിട്ടുള്ളതും വളരെ വിഭവത്തോടു കൂടിയിട്ടുള്ളത് ആ ശ്രീനഗരത്തിൻ്റെ വർണ്ണന ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു തന്നു. അതുപോലെ ഷോഡന്യാസങ്ങൾ എങ്ങനെയാണ് ന്യസിക്കേണ്ടത് എന്നുള്ള രീതിയൊക്കെ പറഞ്ഞു തന്നു. ന്യാസഖണ്ഡത്തിൽ അത് പറഞ്ഞു തന്നു. അതുപോലെ അന്തർയാഗം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ ആധാര ചക്രങ്ങളിൽ ചെയ്യുന്ന ക്രിയകൾ. ബഹിര്യാഗങ്ങൾ എന്ന് വെച്ചാൽ പുറത്ത് യാഗകുണ്ഡം ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ക്രിയകൾ. ഇതൊക്കെ മഹായാഗക്രമങ്ങളൊക്കെ പറഞ്ഞു തന്നു. പൂജാഖണ്ഡത്തിൽ പറഞ്ഞു തന്നു. പുരസ്ചരണ ഖണ്ഡത്തിൽ ജപത്തിൻ്റെ ലക്ഷണം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്നൊക്കെ ഉള്ള അതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തന്നു. ഹോമഖണ്ഡത്തിൽ ഹോമദ്രവ്യങ്ങൾ, അതിൻ്റെ വിധികൾ അതൊക്കെ പറഞ്ഞു തന്നു. പിന്നെ രഹസ്യകാണ്ഡത്തിൽ ശ്രീചക്രവും ഗുരുവും ഈശ്വരിയും സാധകനും ഒക്കെ ഒന്നാണ്. ആദ്യം സൂക്ഷ്മമായിട്ടുള്ള രൂപങ്ങൾ, പിന്നെ സ്ഥൂലമായിട്ടുള്ള രൂപം, പിന്നെ സൂക്ഷ്മമായിട്ടുള്ള മന്ത്രസാധന, പിന്നെ പരമാത്മാവും ജീവാത്മാവും ഒന്ന് എന്നുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള പരമാർത്ഥ തത്വങ്ങൾ, ഇതൊക്കെ രഹസ്യഖണ്ഡത്തിൽ പറഞ്ഞു തന്നു. സ്തോത്രഖണ്ഡത്തിലും മന്ത്രിണി ദണ്ഡിനി ദേവിയുടെ സഹസ്രനാമങ്ങൾ പറഞ്ഞു തന്നു. പക്ഷേ അങ്ങ് ഒരു കാര്യം മറന്നുപോയി. ലളിതാ സഹസ്രനാമം എനിക്ക് പറഞ്ഞു തന്നില്ല. ബാക്കിയുള്ളതെല്ലാം നന്നായിട്ട് പറഞ്ഞു തന്നു. പക്ഷേ ഈ ലളിതാ സഹസ്രനാമം മാത്രം പറഞ്ഞു തന്നില്ലല്ലോ. അപ്പോൾ അഗസ്ത്യൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. അതായത് ഗുരുവിന് എല്ലാം അറിയാം, അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് സർവശാസ്ത്ര വിശാരദനും. ഇതിലും പരമായിട്ടുള്ള ഒരു ദേവനില്ല. ഏറ്റവും നല്ല ഗുരുവാണ് തനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ഗുരു ശിഷ്യന് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലെങ്കിൽ ഒരു പക്ഷേ അർഹതയില്ലാണ്ട് ആയിരിക്കുമോ എന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ അഗസ്ത്യ മഹർഷി ചിന്തിക്കുകയാണ്, ഞാൻ ഒരു പക്ഷേ ഗുരു വിചാരിച്ചതുപോലെ ചെയ്തില്ലേ. അതായത് ഒരു നല്ല ശിഷ്യൻ, സത്ശിഷ്യൻ ഗുരു വിചാരിക്കുന്നതിന് മുമ്പേ ആ കാര്യം ചെയ്തിരിക്കണം. ഗുരു പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ, ഗുരു പറഞ്ഞിട്ടും ചെയ്യാൻ കഴിയാത്തവർ അധമ ശിഷ്യന്മാരാണ്. ഞാൻ എപ്പോഴും ഉത്തമ ശിഷ്യനായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം പറയുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ ഹിതം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, എന്നെ ഗുരുക്കന്മാരൊക്കെ ഒരിക്കൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ഉപേക്ഷിക്കുന്ന ഒരു സ്വഭാവം അവർക്കില്ല. എന്നെ അദ്ദേഹം സ്വീകരിച്ചു. എനിക്ക് കഴിവില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ കഴിവുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഹിതകരമായിട്ടുള്ള ഒരു ശിഷ്യനല്ല എന്ന് ചിന്തിക്കാൻ സാധിക്കില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും എനിക്ക് നേരത്തെ പറഞ്ഞു തന്നു. അതുകൊണ്ട് എന്തുകൊണ്ടോ നമുക്ക് ഇത് പറഞ്ഞു തന്നിട്ടില്ല, ലളിതാ സഹസ്രനാമം പറഞ്ഞു തന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന് അഗസ്ത്യ മഹർഷി മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് ഈ ബാക്കിയുള്ള ദണ്ഡിനി സഹസ്രനാമം, അതിൻ്റെ സഹസ്രനാമം പറഞ്ഞു തന്നു. മന്ത്രിണി ദേവിയുടെ സഹസ്രനാമം പറഞ്ഞു തന്നു. എന്തുകൊണ്ടോ
ശ്രീ ലളിതാ സഹസ്രനാമം മാത്രം പറഞ്ഞു തന്നില്ല. അത് എന്തുകൊണ്ടാണ്, അങ്ങ് എനിക്കത് പറഞ്ഞു തരണം എന്ന് എത്രയോ കാലം ഹയഗ്രീവദേവൻ്റെ കാല് പിടിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു എന്നാണ് ഇതിൻ്റെ പൂർവ്വഭാഗത്തിൽ തുടക്ക ശ്ലോകങ്ങളിൽ പറയപ്പെടുന്നത്. ശ്രീ ലളിതാ പരമേശ്വരിയുടെ ഉദ്ഭവം, ശ്രീ ലളിതാ സഹസ്രനാമം എങ്ങനെ ഉണ്ടായി, ഇതാരാണ് ഉപദേശിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.